മീ OPD കൃഷ്ണ. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാമെന്ന് നോക്കി. വെർട്ടിക്കൽ ഇൻവെർട്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടാമെന്ന് സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് നോക്കിയായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ചിനെ എങ്ങനെ ഓരോ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ സരി ത്രെഡിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഇതിപ്പം ഡയാൽജി ബ്രാൻഡിൻ്റെ 2 ടൈപ്പ് ഓഫ് സരി ത്രെഡാണ്. ഒന്ന് സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. ഇതിൽ വാങ്ങുന്ന സമയത്ത് ഈ 2 ടൈപ്പ് മേടിക്കുന്നത് നല്ലതാണ്. സരി ത്രെഡിൻ്റെ ഉള്ളിൽ ഇത് വന്നിട്ടൊരു പ്ലാസ്റ്റിക് ത്രെഡാണ് ഈ സരി ത്രെഡിൻ്റെ ഉള്ളിലുള്ളത്. ഇതും കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടും. പെട്ടെന്ന് പൊട്ടി പോകില്ല. ഒരു പ്ലാസ്റ്റിക് ത്രെഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് വന്നിട്ട് ഗോൾഡൻ കളർ സരി ത്രെഡാണ്. രണ്ടും ഡയാൽജി ബ്രാൻഡിൻ്റെയാണ്. ഇതിൽ ഉള്ളിൽ യെല്ലോ കളർ ത്രെഡാണ് വരുന്നത്. ഈ രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഗോൾഡൻ കളറിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ ത്രെഡ് വരുന്നത് യൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് ത്രെഡ് എടുത്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ത്രെഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് ഉള്ളിലുള്ള ഈ ത്രെഡ് വന്നിട്ട് നമുക്കിങ്ങനെ സാധാ പോലെ നോട്ടിടാൻ ഭയങ്കര പ്രയാസമാണ്. അത് നോട്ടിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് കൂട്ടി പിടിച്ച് ഒരു കെട്ട് കൊടുക്കുക. അതിനുശേഷം ആ കെട്ടിൻ്റെ മുകളിൽ തന്നെ 2-3 കെട്ട്, ആ കെട്ടൊന്ന് വലുതാക്കി എടുക്കുക. 2-3 കെട്ടിട്ടിട്ട് കെട്ട് വലുതാക്കി എടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് കളയും. ഇനി നമുക്ക് ഷേപ്പിൽ എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേവ് ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ത്രെഡ് നോട്ടിട്ടത് അടിയിലേക്ക് പിടിക്കുകയാണ്. നമ്മളിതുപോലെ 2 വിരലിൽ നടുക്കത്തെ 2 വിരലിൽ നോട്ട് വെച്ച് അതിന് മുകളിൽ തള്ളവിരൽ വെച്ച് ചൂണ്ടുവിരലിൽ ത്രെഡ് ചുറ്റി കണ്ടിന്യൂ വരുന്ന ത്രെഡ് എന്ത് ചെയ്യുക, ആ നോട്ടിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് പിടിക്കാൻ പറഞ്ഞിരുന്നത്. ഇനി നീഡിൽ എങ്ങനെ പിടിക്കുക എന്ന് വെച്ചാൽ ഈ 3 വിരൽ നീഡിൽ വെക്കുക, തള്ളവിരൽ കൊണ്ട് നീഡിൽ പിടിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൊളത്തി കൊടുക്കുകയാണ് ചെയ്യുക. മുകളിലേക്ക് ഈ ത്രെഡ് വലിക്കുന്ന സമയത്ത് നോട്ട് അതിൻ്റെ അടിയിൽ, ഫാബ്രിക്കിൻ്റെ അടിയിൽ ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി ഷേപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ത്രെഡ് അടിയിലോട്ട് വെക്കാൻ പോവാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ നീഡിലിൻ്റെ ടിപ്പ് ഞാൻ ആ സൈഡിലോട്ടേക്ക് വെച്ചു, പഞ്ച് ചെയ്തു. അടിയിൽ ത്രെഡ് കൊളത്തി കൊടുത്ത് മുകളിലേക്ക് 0.3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ ചെയിൻ ഇടുക. പഞ്ച് ചെയ്യുക, ത്രെഡ് ചുറ്റി ട്വിസ്റ്റ് ചെയ്തു, ലെഫ്റ്റ് റൈറ്റ്, പഞ്ച് ട്വിസ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. പ്രോസസ്സ് ഓർത്ത് വയ്ക്കുക. നീഡിലിൻ്റെ ടിപ്പ് ഞാൻ പോകുന്ന ദിശയിലേക്ക് തിരിച്ച് വെച്ചു. എന്നിട്ട് ത്രെഡിൽ നീഡിൽ വെച്ചു. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത്താണോ ചെയിൻ വേണ്ടത് ആ ലെങ്ത്തിൽ ചെയിൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ പഞ്ച് ചെയ്തു. പഞ്ച് ചെയ്ത് അടിയിൽ ഞാൻ ത്രെഡ് ചുറ്റി. നിങ്ങൾക്ക് അടിയിൽ നിഴൽ കാണുന്നുണ്ടാവും. അടിയിൽ ഞാൻ ത്രെഡ് ചുറ്റി. ഇനി ത്രെഡും നീഡിലും ഫാബ്രിക്കിൽ ടച്ച് ആകുന്ന ഈ ടൈമിൽ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ദെൻ നേരെ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ സൈഡിലേക്ക് തന്നെ അതിൻ്റെ ഫേസ് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ത്രെഡ് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ്, പഞ്ച്, റൊട്ടേറ്റ്, അപ്പ്, ലെഫ്റ്റ് റൈറ്റ്, പഞ്ച്, റൊട്ടേറ്റ്, അപ്പ്, ലെഫ്റ്റ് റൈറ്റ്. പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം. വളവ് വരുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം.
ഒരുപാട് ലെങ്ത്തിലുള്ള ചെയിൻ ഇട്ടാൽ നമുക്ക് വളവ് വരുന്ന സൈഡിലൊക്കെ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടില്ല. ഏകദേശം ഈ ഒരു ലെങ്ത്തിലുള്ള ചെയിൻ ഇട്ടാൽ നമുക്ക് എല്ലാ ഷേപ്പിലും ചെയ്യാൻ പറ്റും. ഒരു 0.3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ചെയിൻ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. പഞ്ച്, ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക. എങ്ങോട്ടാണ് ത്രെഡ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുക, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, റൈറ്റ്. ഇനി നമുക്ക് അവസാനം എങ്ങനെയാണ് നോട്ട് ഇടുന്നതെന്ന് നോക്കാം. ഇതേപോലെ ലാസ്റ്റ് വരുന്ന ത്രെഡ് എന്ത് ചെയ്യുക, കുറച്ച് മുകളിലേക്ക് പിടിക്കുക. ഈ ത്രെഡ് ഒന്ന് നടുക്കിൽ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അടിയത്തെ ത്രെഡ് വലിക്കുമ്പോൾ ഒരു ത്രെഡ് പോകും. ഇനി എക്സസ് ആയിരിക്കുന്ന ഈ ഒരു ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് നീഡിൽ അടിയിൽ നിന്ന് കുത്തുക. ഈ ചെയിൻ എവിടെയാണോ അവസാനിച്ചിരിക്കുന്നത് അവിടെ തൊട്ടടുത്ത് പഞ്ച് ചെയ്ത് മുകളിലേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം ഇതിലേക്ക് കൊളുത്തി കൊടുത്ത് ആ ത്രെഡ് അടിയിലേക്ക് വലിച്ചിടുക. അപ്പോൾ അവിടെ നോട്ടായിരുന്നോളും. ഇത് പ്രോപ്പറായിട്ടുള്ള ആരി വർക്കിൻ്റെ നോട്ടല്ല, ഇത് ബേസിക് ആയിട്ടുള്ള നോട്ടാണ്. ഇനി അടുത്തത് എങ്ങനെയാണ് ആരി വർക്കിൽ നോട്ടിടുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി ഈ ഒരു ഷേപ്പിലേക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ത്രെഡ് എടുത്തു. ഞാൻ ത്രെഡ് കട്ട് ചെയ്തത് ഇവിടെ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ത്രെഡ് ഞാനിവിടെ എടുത്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെങ്ത്തിൽ ചെയിന് എടുത്ത് പഞ്ച് ചെയ്യുക. ഒരു 0.3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ചെയിന് പഞ്ച് ചെയ്തു. ത്രെഡ് എടുത്തു. പഞ്ച്, ത്രെഡ് ചുറ്റുക, മുകളിലേക്ക് ത്രെഡ് എടുക്കുക, പഞ്ച് ചെയ്യുക, ത്രെഡ് ചുറ്റുക, അപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ഇവിടെ എത്തുമ്പോൾ തിരിച്ച് വരും. ഈ ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തത് നേരെ അങ്ങോട്ടേക്കായിരുന്നു. ആ സമയത്ത് നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റിയത് സെയിം ഇതേപോലെ, ത്രെഡ് ചുറ്റിയത് ഇതേപോലെയായിരുന്നു ത്രെഡ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ത്രെഡ് ചുറ്റിയത് ഇതുപോലെ തന്നെയാണ്. സെയിം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നമ്മൾ ത്രെഡ് ചുറ്റുന്നത് റൈറ്റിലേക്കാണ്. ത്രെഡ് ചുറ്റുന്നത് ഈ ഒരു ഷേപ്പ് തന്നെയാണ്. നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിലാണ് വ്യത്യാസം വരുന്നത്. ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നത്, ലെഫ്റ്റിലേക്ക്. അതായത് ഇതിപ്പോൾ നീഡിൽ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. നീഡിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നീഡിലിൻ്റെ ടിപ്പ് ആ ദിശയിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ നീഡിൽ എന്ത് ചെയ്യുക, ഒറ്റ തവണ ലെഫ്റ്റിലോട്ട് ഒറ്റ തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ അതേ പൊസിഷനിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വശത്തുനിന്ന് ഇവിടം വരെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നേരെ തിരിച്ചാണ്. അങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് ലെഫ്റ്റ്, അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ്. ഇത്രയും കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. എങ്കിലേ ഓരോ ഷേപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. നീഡിൽ സെയിം ലെങ്ത്തിൽ പഞ്ച് ചെയ്തു, ത്രെഡ് ചുറ്റി മുകളിലേക്ക് എടുത്തു. ആ സമയത്ത് റൈറ്റ് ലെഫ്റ്റ് പഞ്ച്, ത്രെഡ് ചുറ്റി പഞ്ച് ചെയ്തു, ത്രെഡ് ചുറ്റി റൈറ്റ് ലെഫ്റ്റ്.
നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുത്ത് നീഡിൽ നമ്മൾ എങ്ങോട്ടേക്കാണോ പോകുന്ന ദിശയിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുന്നത്. അത് സോഫ്റ്റായിട്ട് വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഇവിടം വരെ എത്തി. ഇനി നമ്മളിനി പോകുന്നത് നേരെ മുകളിലേക്കാണ്. മുകളിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടേക്ക് നീഡിൽ തിരിക്കണം? ലെഫ്റ്റിലോട്ട്. മുകളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട്. എങ്കിൽ ആ നീഡിലിൻ്റെ ഉള്ളിൽ, ത്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് നീഡിൽ പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ്, റൈറ്റ്, പഞ്ച്. ഞാൻ റൈറ്റിലേക്ക് തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്താവും? നീഡിൽ ത്രെഡ് കുരുങ്ങുകയല്ല, സെയിം എന്താവും? നമുക്കിങ്ങനെ നീഡിൽ വിട്ട് പോകും. കണ്ടോ? കറക്റ്റായിട്ട് കിട്ടില്ല. അതേസമയം നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നെങ്കിൽ കറക്റ്റ് ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നീഡിലും ത്രെഡും മുകളിലേക്ക് വരും. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ എത്തി. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് വരുന്നത്? താഴേക്കാണ്. താഴേക്ക് വരുന്ന സമയത്ത് എങ്ങോട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ? നീഡിൽ എങ്ങോട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ? ഇങ്ങോട്ടേക്ക്. ഇതുപോലെ തിരിക്കണം. താഴേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ എന്ത് തിരിക്കണം? നീഡിൽ. ഓക്കെ. ഇനി മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് നീഡിൽ ട്വിസ്റ്റ് ചെയ്യാം. ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തി. അപ്പം നമ്മൾ നേരത്തെ നോട്ടിട്ട പോലെ തന്നെ ത്രെഡ് മുകളിലേക്ക് എടുത്ത് കട്ട് ചെയ്യാം. അടിയത്തെ ത്രെഡ് വലിച്ചെടുക്കുക. ദെൻ നീഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. അടിയിൽ നിന്ന് പഞ്ച് ചെയ്ത് ലാസ്റ്റ് വന്ന ചെയിൻ്റെ അടുത്ത് തന്നെ പഞ്ച് ചെയ്ത് നീഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ചെയിൻ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് ഓപ്പണായ ഷേപ്പിലാണ് ചെയിൻ സ്റ്റിച്ച് ഇന്ന് നോക്കിയത്. ഇനി ക്ലോസ്ഡ് ആയ ഷേപ്പ്, അതായത് സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ, ഇതിലെങ്ങനെ ചെയിൻ കൊടുക്കാമെന്ന് നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ബിഗിനേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ.